ഒരുപക്ഷെ ഇത് കോയിൻസിഡൻസ് ആയിരിക്കാം, അങ്ങനെ വിശ്വസിക്കാം അല്ലെ? മനസ്സിലായല്ലോ അല്ലെ? സംശയമൊന്നുമില്ലല്ലോ ആയിരിക്കും. അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണ്. ആണെങ്കിൽ പിന്നെ എന്തിനാണ് കോടതി മൂവിയെ പ്രതിഷേധിച്ച് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ഓൾറെഡി കണ്ടതാണ്. അപ്പോൾ നേരിട്ട് ഇപ്പൊ കണ്ണൂർ നടന്നിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ്. കേരള സ്റ്റോറി 2ന്റെ റിലീസുമായി ബന്ധപ്പെട്ട് വ്യാപക പ്രതിഷേധമാണ് കേരളത്തിലും സോഷ്യൽ മീഡിയയിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ പോലീസിൽ ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് അറിയുന്നതിന് മുൻപായി ഒരു കഥ സൊല്ലട്ടുമാണ്. ഈ കഥ തുടങ്ങുന്നത് കേരള സ്റ്റോറി 2ന്റെ റിലീസുമായി ബന്ധപ്പെട്ട ഒരു പെറ്റീഷൻ കേരള ഹൈക്കോടതിയിലേക്ക് പോകുന്നത് മുതലാണ്. കേരള ഹൈക്കോടതിയിലേക്ക് ഒരു പെറ്റീഷൻ പോവുകയും എന്നാൽ 2026 ഫെബ്രുവരി 26 സിംഗിൾ ബെഞ്ച് ഒരു ഓർഡർ ഇട്ടു. ആ ഓർഡർ എന്ന് പറയുന്നത് ഒരു ഇന്ററിം ഓർഡർ ആണ്, ഒരു സ്റ്റേ ഓർഡർ. വരുന്ന 15 ദിവസത്തേക്ക് ഈ മൂവി റിലീസ് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേ ഓർഡർ ആണ് ഇട്ടിട്ടുള്ളത്. എന്നാൽ ആ ഒരു ഓർഡറിനെ എതിരായി അന്ന് തന്നെ, അതായത് 26 വ്യാഴാഴ്ച രാത്രി ഈ ഫിലിമിന്റെ പ്രൊഡ്യൂസർ ഡിവിഷൻ ബെഞ്ചിനെ അപ്രോച്ച് ചെയ്തു. ഡിവിഷൻ ബെഞ്ച് ആ കേസ് പരിഗണിച്ചു. അന്ന് രാത്രിയിൽ തന്നെ ആ കേസ് പരിഗണിച്ചു. അങ്ങനെ ഒരു കേസ് ആ രാത്രിയിൽ തന്നെ പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ അത്രമാത്രം പ്രഷർ അവിടെ നടന്നിട്ടുണ്ടാവണം. എന്നാൽ അതിനുശേഷം അന്ന് രാത്രി അതിന്റെ ഹിയറിംഗ് ഒക്കെ കഴിഞ്ഞു. അതിന്റെ റിസർവ്, അതായത് അതിന്റെ ഓർഡർ പിറ്റേ ദിവസം വെള്ളിയാഴ്ച 27 റിസർവ് ചെയ്തു വെച്ചു. പിറ്റേ ദിവസം ഓർഡർ വന്നു. ഈ സിംഗിൾ ബെഞ്ചിന്റെ ഓർഡറിനെ സ്റ്റേ ചെയ്തിട്ടുള്ള ഓർഡർ ആയിരുന്നു അത്. അതായത് റിലീസ് ചെയ്യാം എന്ന് പറയുന്ന ഒരു ഓർഡർ ആയിരുന്നു ഡിവിഷൻ ബെഞ്ചിൽ നിന്നും വന്നിട്ടുള്ളത് 27 അതിന്റെ ഇടയിൽ ഡിവിഷൻ ബെഞ്ചിന്റെ 1-2 ചോദ്യങ്ങളുണ്ട്. അത് നമുക്ക് നോക്കാം. അതിന് മുൻപായി ഇത് നടക്കുന്ന സമയത്ത് വേറൊരു സംഭവം കൂടി നടന്നിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം സുപ്രീം കോടതിയുടെ കൊളീജിയം സിസ്റ്റത്തെ കുറിച്ച്. അപ്പോൾ ആ കൊളീജിയം സിസ്റ്റം ഒരു റെക്കമെൻഡേഷൻസ് 26 അതായത് അതേ വ്യാഴാഴ്ച 26 ഫെബ്രുവരി 26 ഒരു റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റിസ് S.A. ധർമാധികാരിയെ മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ ആയിരുന്നു കൊളീജിയം സിസ്റ്റം റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. ഇത് ഗവൺമെന്റ് അപ്രൂവ് ചെയ്യുകയും ചെയ്തു അപ്പോൾ തന്നെ. കാരണം വരുന്ന മാർച്ച് 6 അദ്ദേഹം അവിടെ ചാർജ്, അതായത് മദ്രാസ് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് ഈ S.A. ധർമാധികാരി ചാർജ് എടുക്കുന്നു. ഇതും ഈ കേസും തമ്മിലുള്ള ബന്ധം എന്താണെന്നല്ലേ? ഈ ഡിവിഷൻ ബെഞ്ചിൽ 2 ജഡ്ജസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഒരു ജഡ്ജാണ് ഈ പറയുന്ന ജസ്റ്റിസ് S.A. ധർമാധികാരി. അത് മാത്രമല്ല, ഈ റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുള്ളത് സൂപ്പർസൈഡിംഗ് ദ ജസ്റ്റിസ് അതുൽ ശ്രീധരൻ എന്ന് പറയുന്ന ഒരു സീനിയർ മോസ്റ്റ് ജഡ്ജ് ഉണ്ടായിരുന്നു. ആ ജഡ്ജിനെ സൂപ്പർസൈഡ് ചെയ്തിട്ട്, അതായത് മറികടന്നിട്ടാണ് ഈ ഒരു ജസ്റ്റിസ് S.A. ധർമാധികാരിയെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. ഈ മറികടന്നിട്ടുള്ള സീനിയേഴ്സിനെ മറികടന്നിട്ടുള്ള റെക്കമെൻഡേഷൻസ് ഇപ്പോൾ മാത്രമല്ല, പണ്ടും ഇന്ദിരാഗാന്ധിയുടെ സമയം മുതലേ ഇങ്ങനെയുള്ള റെക്കമെൻഡേഷൻസ് നടക്കാറുണ്ട്. പക്ഷേ ഈ ഒരു സന്ദർഭം, ഈ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാര്യം. ഒരുപക്ഷെ ഇത് കോയിൻസിഡൻസ് ആയിരിക്കാം, അങ്ങനെ വിശ്വസിക്കാം അല്ലെ? മനസ്സിലായല്ലോ അല്ലെ? സംശയമൊന്നുമില്ലല്ലോ ആയിരിക്കും. ഓക്കെ, ഇനി ഈ ഡിവിഷൻ ബെഞ്ച് ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ള എന്ന് പറയുന്നത് സെൻസർ ബോർഡ് ഓൾറെഡി ഇതിനെ സർട്ടിഫൈ ചെയ്ത ഒരു മൂവിയാണ്, പിന്നെ കോടതി എന്തിനാണ് ഇതിൽ ഇടപെട്ടിട്ടുള്ളത് എന്നാണ്. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഗവൺമെന്റിന്റെ സൈഡ് എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെങ്കിൽ പിന്നെ എന്തിനാണ് കോടതി? കാരണം അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണ്. ആണെങ്കിൽ പിന്നെ എന്തിനാണ് കോടതി? കോടതിന്റെ കാര്യമില്ലല്ലോ. ഇങ്ങനെ ഒരു തെറ്റായിട്ടുള്ള ഒരു തോന്നൽ വരുമ്പോഴാണല്ലോ കോടതിയെ നമ്മൾ സമീപിക്കുക, അത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കോടതി ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്തിനാണ് ഇവിടെ കോടതി ഇടപെട്ടിട്ടുള്ളത് എന്നാണ്. ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെ കുറിച്ചിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ളത് എന്തിനാണ് ഇടപെട്ടിട്ടുള്ളത് എന്ന് കോടതി. കാരണം സെൻസർ ബോർഡിന്റെ സർട്ടിഫിക്കേഷനെ കുറിച്ച് സംശയം തോന്നിയിട്ടാണല്ലോ ഒരു കംപ്ലൈന്റുമായി ആളുകൾ കോടതിയെ സമീപിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സംശയം ഇല്ലാതെ ആക്കുക എന്നുള്ളത് കോടതിയുടെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ എന്തിനീ കേസ് എടുത്തു എന്ന് ചോദിക്കുന്നതിൽ ശരിയുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ഒരുപാട് പേര് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, ആർട്ടിക്കിൾ 19 കുറിച്ചൊക്കെ സംസാരിക്കുന്നത് കണ്ടു. നല്ല കാര്യം, ശരിയാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ ഉള്ളത് നമ്മളെ ഭരണഘടന നമുക്കത് ഉറപ്പുവരുത്തുന്നുണ്ട്. പക്ഷേ ഇതേ സാധനം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ്, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായി ഒരുപാട് മൂവീസ് ഈ സെൻസറിന്റെ കട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, കേന്ദ്രമന്ത്രിയുടെ ഒരു മൂവി, ഒരു പേര് പറഞ്ഞിട്ട് പ്രശ്നമുണ്ടാക്കിയ ടീംസാണ് ഈ സെൻസർ ബോർഡ്. അപ്പോൾ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം പറയുന്ന ഒരാളെയും ഇവിടെ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. അതുപോലെ ഈ ഒരു മൂവി റിലീസ് ചെയ്തു ഇന്നലെ. അതിന്റെ ഒരു കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. വിവാദ ചിത്രം കേരള സ്റ്റോറിക്ക് തണുത്തൻ പ്രതികരണമാണ് തിയേറ്ററുകളിലൊന്നും കാര്യമായ ആളില്ല. കൊച്ചിയിലെ ഷേണായിസ് തിയേറ്ററിന് മുന്നിൽ നിന്ന് ജെവിൻ ടുട്ടു വിശദാംശങ്ങളുമായി തത്സമയം ചേർന്നുണ്ട്. ടുട്ടു,
പി ജി, ഈ പറഞ്ഞ കോടതിയിൽ ഉണ്ടായിരുന്ന ആവേശമൊന്നും തിയേറ്ററിൽ കാണാനില്ല എന്നതാണ്. ഞാൻ നിൽക്കുന്നത് കൊച്ചിയിലെ ഷെനൈസ് തിയേറ്ററിലാണ്. ഇവിടെ ആ ഷോ ഉണ്ട്. ഇപ്പോൾ തിയേറ്റർ പൂർണ്ണമായും കാലിയാണ്. ഒരാൾ പോലും ഇവിടേക്ക് എത്തിയിട്ടില്ല. ഇതിനൊപ്പം തൊട്ടടുത്ത് മറ്റ് 2 തിയേറ്ററുകൾ, പാൻ സിനിമാസ്, PVR-ൽ ഇപ്പോൾ 3 പേരുടെ ബുക്കിംഗ് ആണ് ഓൺലൈനിൽ കാണുന്നത്. അവിടെ വിളിച്ചു ചോദിച്ചപ്പോഴും ഇത്ര തന്നെ ഉള്ളൂ എന്ന് പറയുന്നു. പാൻ സിനിമാസ് 10:30-ക്ക് ഷോ തുടങ്ങും. അവിടെ 2 പേരാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. കൊച്ചിയിലെ മറ്റ് തിയേറ്ററുകളുടെയൊക്കെ സ്ഥിതി ഏകദേശം ഇത് തന്നെയാണ്. നമ്മൾ ഓൺലൈനിലൊക്കെ നോക്കുമ്പോൾ കുറച്ച് ആളുകൾ മാത്രമാണ്, ചുരുക്കം ആളുകൾ, വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് എല്ലാ തിയേറ്ററുകളിലും ഇതുപോലെ ബുക്ക് ചെയ്തിരിക്കുന്നത്. ആകെ 7 തിയേറ്ററിലാണ് എറണാകുളത്ത് ആകെ ഇതിന്റെ ഷോ നിലവിൽ ഉള്ളത്. കൊച്ചിക്ക് പുറത്തേക്ക് പോവുകയാണെങ്കിൽ കോഴിക്കോട് നിന്ന് ലഭിക്കുന്ന വിവരമാണ്, അവിടെ റീഗൽ തിയേറ്ററിൽ ഈ സിനിമ കാണാൻ 2 ആൾ മാത്രം വന്നതിന് പിന്നാലെ സിനിമയുടെ ഷോ തന്നെ റദ്ദാക്കിയിരിക്കുകയാണ്. കാരണം 2 ആൾക്ക് വേണ്ടി അവിടെ സിനിമ ഓടിക്കാൻ സാധിക്കില്ല, അത് നഷ്ടമാണെന്നാണ് തിയേറ്റർ ഉടമകൾ പറയുന്നത്. മറ്റു പല സ്ഥലങ്ങളിലും, തിരുവനന്തപുരത്ത് അടക്കം ഈ കേരള സ്റ്റോറി 2 കാണാൻ മലയാളികൾ നന്നേ കുറവാണ്, ആളും എത്തിയിട്ടില്ല എന്നതാണ്. ഇനി ഇത് ആദ്യ ദിവസമാണ്, വരും ദിവസങ്ങളിൽ ആൾ വരുമോ എന്ന് കണ്ടറിയണം. കേരള സ്റ്റോറി 1 ഇറങ്ങിയപ്പോഴും, ആദ്യ ഭാഗം ഇറങ്ങിയപ്പോഴും ഇതുപോലെ തന്നെ കോടതിയൊക്കെ കയറി ഇറങ്ങിയ സിനിമയ്ക്ക് കേരളത്തിൽ തണുപ്പൻ പ്രതികരണം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അത് OTT-യിലൊക്കെ വന്നപ്പോഴാണ് ആളുകൾക്കിടയിൽ കൂടുതൽ ആ സിനിമ ചർച്ചയായത്. പക്ഷേ ഇപ്പോൾ ഇവിടെ എന്തായാലും കേരള സ്റ്റോറി 2 ഈ കോടതി വിധിയൊക്കെ കഴിഞ്ഞ് ഇതിലിപ്പോൾ കേരള സ്റ്റോറി 2 മലയാളികൾ മൊത്തത്തിൽ ബഹിഷ്കരിച്ചതാണോ എന്നറിയില്ല. ഒരുപക്ഷെ ഈ കേസുമായിട്ടൊക്കെ റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ റിലീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ അറിയാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിലൊരു സംശയം കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടായിരിക്കാം ആളുകൾ ഒരുപക്ഷെ മൂവി കാണാൻ പോവാതിരുന്നത്. അല്ലെങ്കിൽ മലയാളികൾ ഒറ്റക്കെട്ടായി ഇതിനെ ബഹിഷ്കരിച്ചു. പക്ഷേ കേരളത്തിൽ മാത്രം ഇതിനെ ബഹിഷ്കരിച്ചിട്ടുകൊണ്ട് ഒരു കാര്യമില്ല. കാരണം ഇന്ത്യക്ക് പുറത്തും ഫോറിൻ കൺട്രീസിലും ഈ ഒരു കാര്യം നടക്കുന്നുണ്ട്. ഫോറിൻ കൺട്രീസിലെ ചില വീഡിയോസ് നമ്മൾ കണ്ടതാണ്. കേരള സ്റ്റോറി 2 നടന്ന സമയം ഒരുപാട് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയാണോ കേരളം എന്നൊരു കാര്യം. ഇപ്പൊ കേരള സ്റ്റോറി 2 ഇറങ്ങിയാലും ഇതേ ചോദ്യങ്ങളായിരിക്കും മറ്റു ഫോറിൻ കൺട്രീസിലെ ആളുകൾക്ക് ഈ കേരളത്തെക്കുറിച്ച്, പ്രത്യേകിച്ചും കേരളത്തെക്കുറിച്ച്. കാരണം ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരു സ്റ്റോറിയാണ്. ഇപ്പം ബിയോണ്ട് എന്ന് പറയുന്നുണ്ട്, അതായത് ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും ഒക്കെ സ്റ്റോറീസും ഇതിൽ പറയുന്നുണ്ട്. പക്ഷേ അവിടെ പ്രൈം ഫോക്കസ് കേരളത്തെ തന്നെ ആയിരിക്കും ഈ മൂവീസ്. അപ്പോൾ ആളുകൾ, അതായത് കേരളത്തിന് പുറത്തുള്ള ആളുകൾ, അത് ഇന്ത്യയിലുള്ള ആളുകളായിരുന്നാലും ശരി, അതുപോലെ ഫോറിനിലുള്ള ആളുകളായിരുന്നാലും ശരി, കേരളത്തെ തെറ്റിദ്ധരിക്കും. ഇങ്ങനെയാണോ കേരളം എന്നൊരു ചോദ്യം ആളുകളിലേക്ക് വരും. ആ ഒരു സംശയമാണ് ഇവർക്ക് കൊണ്ടുവരേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ മൂവി പ്രൊപ്പഗണ്ടയാണെന്ന് ആളുകൾ പറയുന്നത്. ഇനി ഈ ഒരു മൂവിയെ പ്രതിഷേധിച്ച് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ഓൾറെഡി കണ്ടതാണ്. അപ്പോൾ നേരിട്ട് ഇപ്പൊ കണ്ണൂർ നടന്നിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ്. അതുകൂടി കുറച്ചേ അവര് വൃത്തി കൊടുത്തോട്ട് അങ്ങനെ ഇടൂല അവിടെ വേണ്ടി പത്രം പിടിക്കും. കേരള സ്റ്റോറി 2വിന്റെ പോസ്റ്റേഴ്സ് കീറിക്കളഞ്ഞിട്ടുള്ള പ്രതിഷേധമാണ് നമ്മൾ ഈ കാണുന്നത്. അതുപോലെ യൂത്ത് കോൺഗ്രസ് DGPക്ക് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. കംപ്ലൈന്റിൽ പറഞ്ഞിട്ടുള്ളത് ഈ കേരള സ്റ്റോറി 2വിന്റെ അണിയറ പ്രവർത്തകർക്കെതിരെ കലാപ ആഹ്വാന കുറ്റം ചാർത്തി കേസെടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളിവിടെ മനസ്സിലാക്കണം, ഈ ഒരു മൂവിക്ക് കേരള സ്റ്റോറി എന്ന പേരിട്ടിട്ട് ഇവർ പ്രൊമോഷന് വന്നപ്പോൾ ഒരു കേരളത്തിലെ ഒരു വിക്ടിമിനെ പോലും അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള 32 മറ്റേ വിക്ടിംസ് ആണ്. ആ വിക്ടിംസ് ഒക്കെ നോർത്തിലുള്ള ആളുകളാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് അവർ ഈ പേരിട്ടിട്ടുള്ളത്? കാരണം മനഃപൂർവ്വം കേരളത്തെ അവഹേളിക്കുക എന്നൊരു ഉദ്ദേശം കൊണ്ടാണ് ഈ ഒരു പേരിട്ടിട്ടുണ്ടാവുക. കാരണം ഈ പ്രൊഡ്യൂസർ, അതായത് ഈ മൂവിയുടെ പ്രൊഡ്യൂസർ പ്രൊമോഷന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടുത്തെ നിയമസഭയിലൊക്കെ ഈ ഒരു കാര്യം ചർച്ച ചെയ്യപ്പെട്ടതാണ്. അവിടെ മുഖ്യമന്ത്രി
അത് സമ്മതിച്ചതാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു സംഭവം നടന്നില്ല. അതായത് ഇയാള് പച്ച കള്ളമാണ് ഓരോ സ്ഥലത്തും വന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റിയൽ കേരള സോറി ട്രൂ ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി എന്നാണ് പറഞ്ഞത്. പക്ഷെ കേരളത്തിൽ നിന്ന് ഒരു വിക്ടിമിനെ പോലും അവർക്ക് അവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുമില്ല. പിന്നെ എങ്ങനെയാണ് ഇതൊരു ട്രൂ സ്റ്റോറി ആവുന്നത്? ബീഫ് നിർബന്ധിച്ചിട്ട് കഴിപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ അത് നോർത്ത് ഇന്ത്യയിലാണ്, അല്ലാതെ ഇവിടെ കേരളത്തിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.